നിങ്ങൾ അങ്ങനെ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ് നിങ്ങളെ എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ഇവരാരും വലിയ തിരിച്ചിട്ടില്ല എന്നല്ലോ, ഫർളായിരിക്കുന്ന നിർബന്ധമായിരിക്കുന്ന അമലുകളൊക്കെ ചെയ്യാറുണ്ട്. അതിന് പുറമെ സുന്നത്തായിരിക്കുന്ന കർമ്മങ്ങളൊന്നും കൂടുതൽ ചെയ്യാറില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി, ഖൽബിയായിരിക്കുന്ന റസൂലുള്ളാഹിയോടുള്ളതായിരിക്കുന്ന ഇഷ്ക്, അതാണ് വിജയത്തിന്റെ നിദാനം. മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് എങ്ങനെയാണ് നമുക്കറിയാം. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുടേത് ബദരീങ്ങളാണല്ലോ ഏറ്റവും ഉത്തമന്മാർ. ഈ ബദരീങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വർഷത്തെ റമദാൻ നോമ്പ് പോലും എന്താക്കിയില്ല, അവർ പൂർത്തിയാക്കി നോറ്റിട്ടില്ല. കാരണം വിശുദ്ധ റമദാനിന്റെ 17 റമദാൻ നിർബന്ധമാക്കിയ ആ വർഷത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. അതിന് ഷഹീദായി പോയ ആളുകള് ആ നോമ്പ് പൂർണ്ണമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹയാത്ത് കാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ സ്വഹാബത്ത് ഒരു ഖത്തം പൂർത്തിയാക്കിയവർക്ക് ഓതാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ ഇറങ്ങി പൂർത്തിയായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഖത്തം പൂർത്തിയാക്കാൻ കഴിയും? എന്നിട്ട് പോലും ഈ ആളുകളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹോന്നതന്മാർ അവരാവാനുള്ള കാരണം എന്താണ്? അവരുടെ ഖൽബിയായിരിക്കുന്ന ഈമാനാണ്, അല്ലാഹുവിന്റെ റസൂലുള്ളതായിരിക്കുന്ന ഇഷ്കാണ്. നിങ്ങൾക്കറിയുമോ, ഇവിടെ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ്. എന്താണ് അതിന് കാരണം? സിദ്ദീഖ്